ചെയ്യുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ അവന്റെ വൻ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ഹല്ലേലൂയ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മാനുഷികമായ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളൊന്നുമല്ല ഇവിടെ വെളിപ്പെടേണ്ടത്, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനം വെളിപ്പെടണം. ഞാൻ പറയട്ടെ, ഞാൻ വലിയ പ്രാസംഗികയൊന്നുമല്ല, പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. ഒരു ശിംശോന്റെ കയ്യിലെ പച്ച താടിയിൽ കൊണ്ട് അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ദൈവവചനം എവിടെല്ലാം പ്രഘോഷിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെല്ലാം ദൈവിക വിടുതലുകൾ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാ. ദൈവത്തിന്റെ വചനം, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഹല്ലേലൂയ ഏത് പ്രവൃത്തിക്ക് വേണ്ടി പുറപ്പെട്ടുവോ ആ പ്രവൃത്തി തികച്ചതിന് ശേഷം മാത്രമേ മടങ്ങി വരികയുള്ളൂ. ദൈവത്തിന്റെ വചനമാണെങ്കിൽ രാത്രി ഞാൻ പറയട്ടെ, ഏത് ശക്തിക്കും ദൈവ വചനത്തിന് മുമ്പിൽ നിൽപ്പാൻ സാധ്യമല്ല. ദൈവത്തിന്റെ വചനം കെട്ടുകളെ അഴിക്കുന്നതാ, ദൈവത്തിന്റെ വചനം ബന്ധനങ്ങളെ പൊട്ടിക്കുന്നതാ, ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ നിവർക്കലം തളർന്നിരിക്കുന്ന നിന്റെ ജീവിത മണ്ഡലത്തില് ബലം പകരുന്നതാ. പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ വളരെയാ വളരെയാ. നിന്റെ ചിന്തകൾക്ക്, നിന്റെ വിചാരങ്ങൾക്ക്, ഹല്ലേലൂയ നിന്റെ പ്ലാനുകൾക്ക് അപ്പുറമോ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരങ്ങൾ. ഹല്ലേലൂയ. നിന്റെ മനുഷ്യ കണ്ണുകൾ നോക്കുമ്പോൾ, നിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ വളരെയാ. ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 16-ാം വാക്യം. ഹല്ലേലൂയ. ജീസസ് അല്പസമയത്തേക്ക് നിനക്ക് ആശ്വാസം തരുന്ന ഒന്നും എനിക്ക് തരുവാൻ ഞങ്ങൾക്ക് തരുവാനില്ല. ഞങ്ങൾക്ക് ഹല്ലേലൂയ തരുവാനുള്ളത് നിത്യതയോളം നിന്നെ എത്തിക്കുന്ന യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ. രാത്രി എന്നെ ശ്രമിക്കുന്ന ഹല്ലേലൂയ സഹോദര, പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുന്നത്. ഹല്ലേലൂയ. ജീസസ് ജീവിതത്തിൽ നിരാശകളേന്തി ഹല്ലേലൂയ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ നീ ആയിരിക്കുന്ന അനുഭവങ്ങളെ പരിശുദ്ധാത്മാവിനെ രാത്രി കാണുക. ജീസസ് നിന്നെ ചുമക്കുവാൻ ഒത്തിരി പേരുണ്ട്, ഒരുപക്ഷെ നിന്നോട് സഹതാപം കാണിക്കുവാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ആരുമില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുക. സഹതാപം കാണിച്ചിട്ട് മാറിപ്പോകുന്ന യേശുവല്ല, നിന്റെ അനുഭവങ്ങൾക്ക്, നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം തരുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ജീസസ് നിനക്ക് മുന്നേറണമെന്ന് ആഗ്രഹമുണ്ട്. ആത്മീയ തലത്തിലായിക്കൊള്ളട്ടെ, ഭൗതിക തലത്തിലായിക്കൊള്ളട്ടെ, ശത്രു പല മണ്ഡലങ്ങൾ നിന്നെ ബന്ധിച്ചൊതുക്കിയിട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് ഇടപെടുക. നിന്നെ ഇന്ന് രാത്രി പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു നാമത്തിന്റെ ശക്തി ഹല്ലേലൂയ നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. നീ അവനെ ഒന്ന് തിരിച്ചറി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൈവവചനത്തിൽ കൊണ്ട് വിളിച്ചു പറയുക, ചിലർ ആലയത്തിനുള്ളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നും ഹല്ലേലൂയ ആലയത്തിന് പുറത്തു കിടക്കുവാനല്ല സഹോദര, ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആലയത്തിനുള്ളിൽ കടന്നു വന്ന് നടന്നും തുള്ളിയും കൊണ്ട് യേശുവിന്റെ നാമം നീ ഉയർത്തുവാനാ. നീ പലർക്കും ഒരു അത്ഭുതമായി തീരാനാ, നീ പലർക്കും ഒരു അതിശയമായി തീരാനാ, നീ പലർക്കും ഒരു അടയാളമായി തീരാനാ. ഹല്ലേലൂയ. അത്ഭുതം കൂടി നിൽക്കുന്നവരോട് അഭിഷിക്തന്മാർ വിളിച്ചു പറയുക, ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ നാമത്താലായി ഈ അത്ഭുതങ്ങൾ നടന്നത്, അവന്റെ നാമത്താലായി ഇവൻ ബലം പ്രാപിച്ചത്, അവന്റെ നാമത്താലായി ഇവൻ ആരോഗ്യം കൈവന്നത്. ഹല്ലേലൂയ. രാത്രി ഞാൻ വിളിച്ചു പറയുക, ദേശത്ത് കിടക്കുന്ന ചിലരെ ദൈവാത്മാവിൽ കുതിച്ചെഴുന്നേൽപ്പിക്കുന്ന നാളുകളാ. ഹല്ലേലൂയ. ജീസസ്. പ്രിയ മാതാവേ, നീ ഒത്തിരി നാളായി കരയാൻ തുടങ്ങിയിട്ട് എന്റെ തലമുറ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. ഹല്ലേലൂയ. പ്രിയമാതാവെ, നിന്റെ കണ്ണുനീർ മൂലം ആലയത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോകും. തലമുറകളെ ബന്ധിച്ചൊരുക്കുന്ന ദേശത്തിന്റെ പോരുകള് രാത്രി ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റിയ ഒന്നിനും കൊള്ളരുതാത്തവരാക്കുന്ന പൈശാചിക മണ്ഡലങ്ങള് രാത്രി അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. യേശുവോട് പറയും, യേശുവേ, ഞാൻ ഈ രാജാവിനെയും ഈ ജനത്തെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. നോക്കണമേ, ദൈവജനത്തെ അകത്തും കയറത്തില്ല, ഹല്ലേലൂയ അകത്തുള്ളവരൊന്നും പുറത്തും വരത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ദേശത്തെ കുറിച്ചുള്ള ദൂത.
ഹല്ലേലൂയ. ദൈവജനത്തെ ഒന്ന് അകത്ത് ശരിക്കും കയറ്റത്തുമില്ല. ഹല്ലേലൂയ. അകത്തുള്ളവർ പുറത്തേക്കൊന്ന് കടന്നു വന്ന ഈ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കത്തുമില്ല. ഇന്ന് രാത്രി ആ കെട്ടിനെ ദൈവം അഴിക്കാൻ പോകും. ജീസസ്. ഹല്ലേലൂയ. യെരിഹോ ശാപത്തിന്റെ നാട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവ ശാപക്കെട്ടുകൾ ഇന്ന് രാത്രി അഴിക്കാൻ പോവുക. ഹല്ലേലൂയ. യെരിഹോ എന്ന് പറയുമ്പോൾ അർത്ഥം സുഗന്ധമെന്ന. സുഗന്ധം. ലോകം നോക്കുമ്പോൾ സുഗന്ധമാ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ സുഗന്ധം എന്ന് പേര് വരാൻ കാരണം അവിടെ യെരിഹോവിന് ചുറ്റും സ്വച്ഛ ജഡമാംസി കൃഷി ചെയ്തതിനാണ്. കാറ്റ് അടിക്കുമ്പോൾ സുഗന്ധം പരത്തുന്നതിനാൽ യെരിഹോവിന്റെ അർത്ഥം സുഗന്ധമായി മാറി. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവജനം നോക്കുമ്പോൾ പോരാട്ടമാണ്. ഈ അർത്ഥം പോരാട്ടമാണ്. രാത്രി ഹല്ലേലൂയ പോരാട്ടത്തെ തകർക്കുന്ന ദൈവശക്തി വ്യാപരിക്കുക. അവൻ യെരിഹോവിൽ നിന്ന് ഹല്ലേലൂയ അവൻ യെരിഹോവിൽ എത്തി. യേശു യെരിഹോവിൽ എത്തി എന്ന് പറഞ്ഞാൽ ശാപത്തിന്റെ നാട്ടിൽ എത്തി. യോശ ശപിച്ചൊരു നാടായത്. ഹല്ലേലൂയ. അവിടെ യേശു എത്തി. ഹല്ലേലൂയ. രണ്ടാമതായി നോക്കുമ്പോൾ എലിശ പ്രവാചകൻ യെരിഹോവിൽ എത്തിയപ്പോൾ അവിടെയുള്ള പട്ടണക്കാർ കടന്നു വന്നിട്ട്, ദേശീയ നിവാസികൾ കടന്നു വന്നിട്ട് പറഞ്ഞു, പട്ടണത്തിന്റെ ഇരിപ്പൊക്കെ മനോഹരമാ, പക്ഷെ ഒരു കാര്യമുണ്ട്, വെള്ളം ചീത്തയാ, ഗർഭനാശമുള്ളതാ. ജീസസ്. ദൈവവചനത്തിൽ കൂടെ ദൈവാത്മാ വെളിപ്പാടുകൾ തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പട്ടണത്തിൽ ഇരിപ്പ് മനോഹരമാ, പക്ഷെ ഒരു കാര്യമുണ്ട്, വെള്ളം ചീത്തയാ. ഹല്ലേലൂയ. ദേശം ഗർഭനാശമുള്ളതാ. കാരണം ഈ കാരാഗ്രഹം എന്ന് പറയുന്നത് അനേക അഭിഷിക്തന്മാരെ ഒരുപക്ഷെ ഹല്ലേലൂയ മരണത്തിന് ഇടയാക്കിയ ഒരു കാരാഗ്രഹമായിരിക്കാം. അനേകരെ തടവിലാക്കിയ ഒരു കാരാഗ്രഹമായിരിക്കാം. അനേകരെ ഇതിന്ന് പുറത്തു വരാൻ കഴിയാത്ത ഒരു കാരാഗ്രഹമായിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അഭിഷേകമുള്ള അഭിഷിക്തർ പാടി ആരാധിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. രണ്ട്, കതകുകൾ തുറന്നുപോയി. ഹല്ലേലൂയ. വാതിലൊക്കെയും തുറന്നുപോയി. നിന്നെ ബന്ധിച്ച് ഒരിക്കലും പുറത്തു വരികയെന്ന് പറഞ്ഞ് ശത്രു കൊട്ടിയടച്ച ചില മണ്ഡലങ്ങള് രാത്രി ദൈവം തുറക്കുവാൻ പോകും. ഹല്ലേലൂയ. ദൈവം തുറക്കുവാൻ പോകുക. നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെ അടച്ച് ശത്രു കഴിഞ്ഞ കാലങ്ങൾ പോരാടിയെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ആത്മീയ മണ്ഡലങ്ങളെ അടച്ച് ശത്രു കഴിഞ്ഞ കാലങ്ങൾ പോരാടിയെങ്കിൽ രാത്രി അത് തുറക്കുന്ന രാത്രിയെന്ന് ആത്മാവ് ശക്തമായി നിങ്ങളോട് ഇടപെടുക. മൂന്നാമതായി എവിടെ നടക്കുക? ചങ്ങലകൾ അഴിഞ്ഞു മാറി. ഹല്ലേലൂയ. നിന്നെ ബന്ധിച്ച ബന്ധനം ഇന്ന് രാത്രി അഴിഞ്ഞു മാറിയ. ഒരു പക്ഷേ ലോകം പറഞ്ഞേക്കാം ഈ ചങ്ങല ഒരിക്കലും അഴിയത്തില്ല. ഒരു പക്ഷേ ഇവരെ ബന്ധിച്ചവർ പറഞ്ഞേക്കാം ഈ ചങ്ങല ഒരിക്കലും അഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക, ലോകം എന്തും പറഞ്ഞോട്ടെ, മനുഷ്യരെന്തും പറഞ്ഞോട്ടെ, നിന്റെ കുടുംബക്കാരെന്തും പറഞ്ഞോട്ടെ, നിന്റെ ചാർച്ചക്കാരെന്തും പറഞ്ഞോട്ടെ, എന്നാൽ ഇന്ന് രാത്രി ദൈവവചനത്തിൽ കൂടി ഞാൻ വിളിച്ചു പറയുക, നിന്റെ ചങ്ങലകളെ അഴിച്ചു വീഴ്ത്തുന്ന രാത്രിയാ. ഹല്ലേലൂയ. ദൈവത്തിനെ നീ ആരാധിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കെട്ട് മാത്രമല്ല അഴിഞ്ഞു വീഴുന്നത്, നിന്റെ അടുത്തുള്ളവരുടെ കെട്ടുകൂടെ അഴിഞ്ഞു മാറുവാൻ പോകുന്നു. ഹല്ലേലൂയ. ചില ദൈവം നിനക്ക് അവകാശമായി തരാൻ പോകുന്നു.